രാജ്യത്തെ ഇപ്പോഴും ശിഥിലമാക്കുന്നത് ഭീകരവാദം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ പ്രത്യേക നിയമം ഇല്ല എന്നിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഉന്മൂലനം ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യും. ശക്തമായ പോരാട്ടം തന്നെ ഈ ഭീകരതയ്ക്കെതിരെ ഉണ്ടാകും. അതിന് തന്നെയാണ് ഭാരതം നിലയുറപ്പിച്ചിരിക്കുന്നത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ UPA സർക്കാർ ഭീകരതയോട് തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത് എന്നും എസ് ജയശങ്കർ പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്? രജനി പൂനെയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ എഴുതിയ ഒരു ബുക്കുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട് അദ്ദേഹം ഒരിക്കൽ കൂടി വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ ഭീകരതയെ ഉന്മൂലനം ചെയ്യുക എന്നത് ഒരു പ്രത്യേക നിയമത്തിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, മറിച്ച് ശക്തമായ നിലപാട് കൈക്കൊള്ളുക എന്നതാണ്. 2014 ശേഷം രാജ്യം അത്തരമൊരു നിലപാടാണ് കൈക്കൊള്ളുന്നത്. പ്രത്യേകിച്ച് ക്രോസ് ബോർഡർ ടെററിസം, ഈ പാകിസ്ഥാൻ നടത്തുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത നയം ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള നയം സ്വീകരിച്ചാൽ മാത്രമേ അതിനെ പൂർണ്ണമായി അടിച്ചമർത്താൻ കഴിയൂ എന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം UPA സർക്കാരിന്റെ കാലത്തെ വിദേശ നയത്തെയും അല്ലെങ്കിൽ ഭീകരതയെ ചെറുക്കുന്നതിലുള്ള UPA സർക്കാരിന്റെ തെറ്റായ സമീപനത്തെയും വിമർശിക്കുന്നുണ്ടായിരുന്നു. അതിനുദാഹരണമായി എസ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചത് 2008 നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണമാണ്. ലഷ്കർ-ഇ-തോയ്ബ അത്തരമൊരു ഭീകരാക്രമണം രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനത്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടും അതിനെ കൃത്യമായ മറുപടി കൊടുക്കാനെന്ന് UPAക്ക് കഴിഞ്ഞില്ല. നിരവധി ചർച്ചകൾ നടത്തി, പക്ഷേ ചർച്ചകൾ മാത്രമായി അത് ചുരുങ്ങുകയായിരുന്നു. ഒരു കനത്ത മറുപടി പാകിസ്ഥാനോ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഭീകരതയ്ക്കോ നൽകുവാൻ അന്ന് രാജ്യത്തിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ അത്തരം തിരിച്ചടികൾ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കുവാൻ ശക്തമായ മറുപടി ആവശ്യമാണ്. 2014 ശേഷം രാജ്യം ഭീകരതയ്ക്കെതിരെ ഇത്തരം ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. മുൻപൊരിക്കലും ഇല്ലാത്ത രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യുവാൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതായത് ഭീകരതയെ ചെറുക്കുന്നതിനും അതിനെ ആക്രമിക്കുന്നതിനും പ്രത്യേക നിയമം നോക്കി നിൽക്കേണ്ടതില്ല. അത് ഏത് രീതിയിലുള്ള ഭീകരതയാണെങ്കിലും അതിനെ കൃത്യമായും തിരിച്ചടിയിലൂടെ ഇല്ലാണ്ടാക്കണമെന്ന സന്ദേശമാണ് വിദേശകാര്യമന്ത്രി നൽകിയത്. ശരി, എന്തായാലും ഭാരതത്തിൽ ഭീകരവാദത്തിന് വേരുറപ്പിക്കാൻ കഴിയില്ല. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യുക തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് കൂടി ഊട്ടിയുറപ്പിക്കുക തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞതെന്നും വ്യക്തമാകുന്നതും. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.